അപ്പം അമ്മയുടെ അറിവുകളിലേക്ക് വീണ്ടും സ്വാഗതം. ദാ മഞ്ഞിൽ സൂര്യൻ ഉദിച്ചു വന്നിരിക്കുന്നു. നല്ല ഭംഗി ആകാശം കാണാനായിട്ട്, നല്ല ഭംഗി ഭൂമി കാണാനായിട്ട്, എല്ലാം വളരെ ഭംഗി. പക്ഷേ ഈ സൂര്യൻ്റെ ഈ വെയിലിന് യാതൊരു ചൂടുമില്ല. നമ്മൾ കബളിപ്പിക്കുന്ന സൂര്യനാണ്, വെയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും ഇവിടുത്തെ ടെമ്പറേച്ചർ നോക്കിയാൽ നിങ്ങൾക്കറിയാം എത്രയാണ്. 1 ഡിഗ്രി ടെമ്പറേച്ചറാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്ത്രധാരണ രീതിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം ഇന്നലെ നമ്മൾ സ്നോയൊക്കെ കാണിച്ചല്ലോ. ഇത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ വിൻ്ററിൽ എങ്ങനെ നമ്മുടെ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ക്ലോത്തിങ് ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഒരു കട്ടിയുള്ള ഒറ്റ കോട്ടിട്ട് ഒരു ബനിയൻ മാത്രം ഇട്ടിട്ട് പോകുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമ്മൾ ലെയേഴ്സ് ഓഫ് ക്ലോത്ത്സ് ഇടുന്ന മേലെ നമ്മുടെ ബോഡിയുടെ ചൂട് അവിടെ കീപ്പ് ചെയ്യാനും പുറത്തുനിന്നുള്ള തണുപ്പ് നമുക്ക് ഏൽക്കാതിരിക്കാനും പറ്റുള്ളൂ. ഞാൻ ആദ്യം ഇവിടെ ഇംഗ്ലണ്ടിൽ വന്നപ്പോൾ എയർ കണ്ടീഷൻ രാജ്യത്തേക്ക് വന്ന പോലെ തോന്നി. കാരണം നല്ല കാലാവസ്ഥ ഫെബ്രുവരി മാസമായിരുന്നു. പക്ഷേ നമ്മൾ നാട്ടിൽ ചൂടുകാലത്തുനിന്ന് വന്നവർക്കുള്ള ഒരു പ്രത്യേക വിഷയം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തണുപ്പൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പക്ഷേ അസുഖങ്ങൾ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ബോഡി കഷ്ടപ്പെടണം, അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലെയേഴ്സ് ഓഫ് ക്ലോത്ത് എന്ന് പറയാൻ പല ലെയേഴ്സ് ഓഫ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ ടോപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ടോപ്പിൻ്റെ അടിയിൽ ഒരു വെസ്റ്റ്, ഒരു തെർമൽ വെസ്റ്റ് ഇടണം. പിന്നെ അതിൻ്റെ മീതെ നമ്മൾ വേറൊരു ചെറിയ ജാക്കറ്റോ അല്ലെങ്കിൽ ഒരു ജമ്പറോ ഇടുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു ചെറിയ ജാക്കറ്റ് ജമ്പർ ഇടുമ്പോൾ നമ്മളിപ്പോൾ കടയിലൊക്കെ കയറുമ്പോൾ വലിയ കോട്ടിൻ്റെ ആവശ്യം നമുക്ക് വരില്ല. അപ്പോൾ നമുക്ക് വലിയ കോട്ട് വേണമെങ്കിൽ സിപ്പ് തുറന്നിടാം. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒന്നുകൂടെ തൊപ്പി വയ്ക്കണം. തൊപ്പി വെച്ചാലും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം നമ്മുടെ ചെവി കഴുത്ത് മൂടണം. കഴുത്തിലേക്ക് ചെവിയിലേക്ക് തണുത്ത കാറ്റ് കയറരുത്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 in 1 ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. ചെവി മൂടുക, തല മൂടുക, എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിങ്ങനെ എടുക്കുക. അപ്പോൾ കഴുത്ത് മൂടി, അപ്പോൾ ടൈറ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മൾ തൊപ്പി വയ്ക്കുമ്പോൾ ഇത്രയും ടൈറ്റായിട്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അതിൽ കഴുത്തും കവർ ചെയ്ത് പോകാറില്ല. അപ്പോൾ നമ്മൾ ഇത്ര സാധനം ചെയ്യുമ്പോൾ നമ്മുടെ തല ശരിക്കും കവർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മീതെയാണ് മെയിൻ ജാക്കറ്റ് ഇടാൻ പോകുന്നത്. ഈ ജാക്കറ്റ് ആക്ച്വലി വളരെ വളരെ യൂസ്ഫുള്ളാണ്. ഇത് റെയിൻ പ്രൂഫാണ്. ഷവർ പ്രൂഫ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു മഴ നനഞ്ഞാൽ ഒരു വലിയ മഴ ഒന്നും നനയും. റെയിൻ പ്രൂഫ് എന്ന് പറഞ്ഞാൽ എത്ര മഴ നനഞ്ഞാലും വെള്ളം നമ്മുടെ അകത്തേക്ക് വരത്തില്ല. പിന്നെ നമ്മളിത് വാങ്ങുമ്പോൾ ലേബിൾ നോക്കി വാങ്ങണം. ഇവിടെ ഇതിൻ്റെ ഫില്ലിങ് ആക്ച്വലി ഗൂസ് ഫെദർ കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. ഗൂസ് ഫെദർ എന്ന് പറഞ്ഞാൽ അങ്ങനെ കട്ടിയില്ല, വളരെ വളരെ സോഫ്റ്റാണ് അത്. അപ്പോൾ നമുക്ക് അധികം വെയിറ്റ് തോന്നില്ല. നമ്മളിപ്പോൾ ഒരു ലെയർ, രണ്ടാമത്തെ ലെയർ, ഇത് മൂന്നാമത്തെ ലെയർ, പിന്നെ ഇത് നാലാമത്തെ ഔട്ടർ ലെയർ. ഈ നാലാമത്തെ ലെയർ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഈ ഷോൾ ഇങ്ങനെ കെട്ടുന്നത് നല്ലതാണ്. പിന്നെ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതേണ്ട, ഇതിങ്ങനെയുള്ള ജാക്കറ്റ് വാങ്ങുവാണെങ്കിൽ കൈയുടെ അകത്തേക്ക് തണുപ്പ് കയറില്ല. ഇത് എലാസ്റ്റിക്കായിട്ട് ഇവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ കൂടെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാറ്റ് കയറില്ല. അപ്പോൾ സിപ്പ് ഉള്ളതാണ് എപ്പോഴും നല്ലത്. ബട്ടൺസ് ഉള്ളത്, നമുക്ക് ബട്ടൺസിൻ്റെ ഇടയിൽ കൂടെ ആക്ച്വലി കാറ്റ് കയറാൻ സാധ്യതയുണ്ട്. ഞാൻ 10-20 വർഷമായി ഇവിടെ പലതരം ജാക്കറ്റുകളെല്ലാം ട്രൈ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. നമ്മളുടെ ഇമ്പോർട്ടൻസ് ഇതാണ്, നമ്മുടെ ഹെൽത്താണ്. അപ്പോൾ തണുപ്പടിച്ച് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ യൂട്യൂബ് ഇട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന്, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഈ കഴുത്തിലെ ബട്ടൺസും എല്ലാം ഇട്ടിട്ട് ഈ തൊപ്പിയും കൂടി വയ്ക്കുക. അപ്പോൾ നമ്മൾ നല്ല വാമായി. പിന്നെ ഗ്ലൗസ് ഇടുക. ഗ്ലൗസ് ഇപ്പോൾ നമ്മൾ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കൈക്ക് തണുപ്പ് വയ്ക്കില്ല, അല്ലെങ്കിൽ കൈ പോക്കറ്റിലിട്ടാലും തണുപ്പ് വയ്ക്കത്തില്ല. പിന്നെ അപ്പം അപ്പർ ഭാഗം കഴിഞ്ഞില്ല, കാലിലേക്ക് നമ്മൾ എപ്പോഴും തെർമൽ അടിയിലിടണം. തെർമലിട്ടിട്ട് ഒരു നല്ല സോക്സ് ഇടണം. പിന്നെ നല്ലൊരു പാൻറ്റ്, കട്ടിയുള്ള ജീൻസൊക്കെയാണ്, കോട്ടൺ ലിനൻ അങ്ങനത്തേക്ക് മാറ്റി വെച്ചിട്ട് കാലിലേക്ക് കട്ടിയുള്ള ജീൻസ് ഇടുന്നതാണ് എപ്പോഴും നല്ലത് ഈ വിൻ്റർ ടൈമിൽ.
പിന്നെ നമ്മൾ ഇന്നർ വെയർ മാക്സിമം കോട്ടൺ സാധനങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി ബ്രീത്ത് ചെയ്യുമ്പോൾ പിന്നെ അലർജി ഉള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ സ്ലിപ്പേഴ്സ് ഞാൻ ഈ ക്രിസ്മസിന് വാങ്ങിച്ചതാട്ടോ. നല്ല കംഫർട്ടബിളാണ്. ക്രിസ്മസ് ടൈം കഴിഞ്ഞു, പക്ഷേ ഇതിൻ്റെ അകത്ത് നല്ല ഫ്ലഫിയാണ്. കാല് എപ്പോഴും നല്ല വാമായിട്ടിരിക്കും കണ്ടോ. അപ്പോൾ എനിക്ക് സോക്സ് ഇടുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈവൻ ഡ്യൂട്ടിയിൽ ബ്രേക്ക് ടൈമിൽ പോലും സോക്സ് ഊരിവയ്ക്കുന്ന സ്വഭാവമാണ് എൻ്റെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനത്തെ സാധനം ഇട്ടാൽ ഈസി ആയിട്ട് ഊരാനും പറ്റും, ഇടാനും പറ്റും. പിന്നെ കാല് ചൂടായിട്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മൾ വീടിൻ്റെ അകത്ത് എപ്പോഴും വാം ക്ലോത്ത്സ് തന്നെ ഉപയോഗിക്കണം. നല്ല കട്ടിയുള്ള ഇത് തന്നെ ഇടണം. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആണുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് മുണ്ടെടുത്ത് വീട്ടിലിരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ മഞ്ഞുകാലത്ത് മക്കളെ പണി കിട്ടും. എന്തായാലും ഒരിക്കലും വീടിൻ്റെ അകത്ത് പാൻറ്റുകൾ ഇഷ്ടപ്പെടാത്ത എൻ്റെ കെട്ടിയവൻ വരെ ഇപ്പോൾ പാൻറ്റ് ഇട്ട് തുടങ്ങി. കാരണം തണുപ്പ് അത്രയ്ക്ക് കൂടുതലാണ്. വീടിൻ്റെ അകത്താണെങ്കിലും നമ്മൾക്ക് എപ്പോഴും 20 ഡിഗ്രി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നവർ ഹീറ്റിങ് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. ഇനി അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റാത്ത സൗകര്യമില്ലാത്ത വീടുകളാണെങ്കിൽ ഒരു ഹീറ്റിംഗ് സിസ്റ്റം ഞാൻ വാങ്ങിയതാണ്. ഇത് ആക്ച്വലി വളരെ നല്ലതാണ്. ഇതിൻ്റെ ബാക്കിൽ സെറാമിക് ഒരു പ്ലേറ്റ് ഉണ്ട്. അത് ചൂടായിട്ട് നമുക്ക് ചൂട് കിട്ടും. നമ്മുടെ ടെമ്പറേച്ചർ നമുക്കിത് ഒരു 22 ഡിഗ്രി വരെ 22 ഡിഗ്രി വരെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ വാമായിട്ടുള്ള കാറ്റ് നമുക്ക് മുറിയിലേക്ക് കിട്ടും. അതുപോലെ ഇത് 6 ഡിഗ്രി തുടങ്ങിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫാൻ ഹീറ്റർ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഹീറ്റർ വാങ്ങുവാണെങ്കിൽ പിന്നെ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിങ് ചെയ്യാനും പറ്റും. ഇത് സ്വിച്ച് ഞെക്കുമ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് ഞെക്കി പിടിക്കണമെന്നുണ്ട്, എന്നാലതൊക്കെ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ഹീറ്റിംഗ് സിസ്റ്റം കൂടി വാങ്ങിച്ചു വെച്ചാൽ പുതിയതായിട്ട് വരുന്നവർക്കേ ഇത് കുറച്ച് എനർജി സേവിങ്ങുമാണ്. എക്കോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആ ടെമ്പറേച്ചർ ആകുമ്പോൾ ഓഫ് ആയിക്കോളും. അപ്പോൾ നമുക്ക് വീട് ഓൾ ദ ടൈം ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ വീടിൻ്റെ അകത്തായാലും നിങ്ങൾ എപ്പോഴും ഇത് കെയർഫുള്ളാവണം. വീടിൻ്റെ അകത്ത് വരുമ്പോൾ മെയിൻ കോട്ട് വലിയ കോട്ട് ഊരി മാറ്റിയാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു തെർമൽ ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ എപ്പോഴും നമ്മുടെ കാല് വളരെ സൂക്ഷിക്കണം. കാലിന് തണുപ്പടിച്ചു കഴിഞ്ഞാൽ ഒരു മുറിയിൽ മാത്രം റേഡിയേറ്റർ നമുക്ക് ഓണാക്കി വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ രാത്രി ഫുൾ ടൈമിൽ ഹീറ്റിംഗ് ഇടണമെന്നില്ല. നമുക്കൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ബെഡിൽ കയറുന്ന സമയത്ത് ഹീറ്റിംഗ് ഓഫാക്കാം. അപ്പോൾ നമ്മൾ നല്ല ഡ്യുവറ്റും അതുപോലെ ബ്ലാങ്കറ്റും നമ്മൾ ഉപയോഗിക്കണം. മാത്രമല്ല നമ്മൾ കിടക്കാൻ ചെല്ലുമ്പോൾ ഈ ബെഡ് നല്ല തണുപ്പായിട്ട് ഫീൽ ചെയ്യില്ലേ. അപ്പോൾ ഒന്ന് വേറെ ടൈപ്പ് ഷീറ്റ് ഞാൻ ഇടാറുണ്ട്, ഈ ഫ്ലഫി ടൈപ്പ് ഷീറ്റ്. അങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ അത് തണുപ്പ് അധികം പിടിക്കില്ല. അപ്പോൾ നമ്മൾ കിടക്കാൻ ചെല്ലുമ്പോഴും ഡുവറ്റിൻ്റെ അടിയിൽ ഷീറ്റും നല്ല ചൂടായിട്ടിരിക്കാറുണ്ട്. അപ്പോൾ വിൻ്റർ ടൈമിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, അസുഖങ്ങൾ വരാതെ നോക്കണം. എല്ലാവരും ഹെൽത്തി ആയിട്ട് വാമായിട്ടിരിക്കുക. സമ്മറിനെ വെയിറ്റ് ചെയ്യാനായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കണം. നമുക്ക് പിന്നെ സമ്മറാകുമ്പോൾ ഒന്നുകൂടി ആക്റ്റീവ് ആവാം. പിന്നെ വിൻ്ററിൽ ഇൻഡോർ എക്സസൈസ് ഞാൻ എൻ്റെ പഴയൊരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഏത് പ്രായക്കാർക്ക് ചെയ്യാവുന്ന എൻ്റെ അത് കാണുക, എക്സസൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി ഹെൽത്തി ആയിരിക്കുക. ഹാപ്പി വിൻ്റർ, വെയിറ്റിംഗ് ഫോർ ഹാപ്പി സമ്മർ.